കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ പാലക്കുഴയിൽ പര്യടനം നടത്തി. വടക്കൻ പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം പാലക്കുഴയിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ പാലക്കുഴയിൽ പര്യടനം നടത്തി. UDF ചെയർമാൻ KM സലീം പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി ദിൽഷ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെയ്സൺ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീമതി സനിത, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി മേരി മാത്യു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഏറെ പ്രിയങ്കനായ ശ്രീ എൽദോ, ഉജ്ജ്വല വിജയം സമ്മാനിച്ച നാടിന് നന്ദി അറിയിക്കുന്നതിനായാണ് പര്യടനം നടത്തുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. LDF എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിത്വവുമായിരുന്നു എൻ്റെ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ, അഴിമതിക്കെതിരെ നമ്മൾ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ്. അതിനുവേണ്ടി അവർ ഒരുപാട് ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ച. വർഗീയതയെ കൂട്ടുപിടിച്ചു എന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. അതുപോലെ ആ ദുഷ്ടശക്തികളെ ചേർന്ന് നിന്ന് നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ ഈ മൂവാറ്റുപുഴയിലെ ജനം നമ്മളെ എന്തുപോലെയാണ് കാത്തത്, എന്തുപോലെയാണ് പരിപാലിച്ചത്, എന്തുപോലെയാണ് നമുക്ക് ശക്തി പകർന്നത് എന്ന് നമ്മൾ കണ്ടു. മൂവാറ്റുപുഴയിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നമുക്ക് നൽകി. നമ്മൾ നമ്മുടെ ശിരസ്കരായി തലകുനിച്ചുകൊണ്ട് ആ വിജയത്തെ ഏറ്റെടുത്തു. UDF മണ്ഡലം ചെയർമാൻ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് KM പരീത മുഖ്യപ്രഭാഷണം നടത്തി. വടക്കൻ പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം പാലക്കുഴയിൽ സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TN സുനിൽ, സുഭാഷ് കടക്കോട്, ഫ്രാൻസിസ് ആൻഡ്രൂസ്, സാജു വർഗീസ്, ജെയ്സൺ ജോർജ്, എൽദോ വട്ടക്കാവൻ, സനിത ബിജു, ഗ്രേഷ്യസ് ബേബി, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പര്യടന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.